എല്ലാവർക്കും നമസ്കാരം. വണിക ജ്യോതിഷത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവായി ഈ ആഴ്ചയിലുണ്ടാകുന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. വ്യക്തികളുടെ ജനന സമയ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവ്യത്യാസങ്ങൾക്കനുസരിച്ച് നക്ഷത്രഫലത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് നേരിട്ട് ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. അശ്വതി നക്ഷത്രം. ജോലിയിലുള്ളവർക്ക് ജോലി മാറ്റമോ സ്ഥാനമാറ്റമോ അധികാരമാറ്റമോ സംഭവിച്ചേക്കാം. ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങൾ പലതും ചെയ്തു തീർക്കുന്നതിന് സാധിക്കാതെ വരും. യാത്രകൾ പോകാൻ കാത്തിരിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാകും. ചില കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ചെയ്തു തീർക്കും. ഭരണി നക്ഷത്രം. പൊതുവെ കാര്യങ്ങൾക്ക് ഒരു സുഖമില്ലായ്മ അനുഭവപ്പെടും. കർമ്മമേഖലയിലുള്ളവർക്ക് പുതിയ ജോലികൾ നേടിയെത്താം. അധ്യാപന വൃത്തിയിലുള്ളവർക്ക് ജോലിയിൽ മടുപ്പ് അനുഭവപ്പെടും. വയറിന് ചെറിയ രോഗബാധയ്ക്ക് സാധ്യത കാണുന്നു. കിട്ടാനുള്ള പണമിടപാടുകളിൽ കണിശതക്കുറവ് ഉണ്ടായേക്കാം. കാർത്തിക നക്ഷത്രം. കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കാലതാമസമുണ്ടാവും. പുതിയ പദ്ധതികളിൽ പ്രവർത്തന തടസ്സം കാണുന്നു. ഉദരരോഗങ്ങൾ കലശലാകാതെ നോക്കണം. യാത്രകൾ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ചൂടുള്ള വസ്തുക്കളിൽ നിന്നും അപകടങ്ങൾ കരുതിയിരിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാറ്റം സംഭവിച്ചേക്കാം. രോഹിണി നക്ഷത്രം. കലാകാരന്മാർക്ക് പുതിയ പദ്ധതികളുമായി സഹകരിക്കാൻ അനുകൂല സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് മെച്ചപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. പൊതുവേദിയിലെ വാക്കുകൾ ശ്രദ്ധേയമാകും. അവിചാരിതമായി ധനം വന്നുചേരും. വാരമധ്യേ പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കാൻ ശ്രമിക്കരുത്. ഭക്ഷണകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ്. മകേര്യം നക്ഷത്രം. ദൂരയാത്രകൾ ക്ലേശകരമാകും. പ്രതീക്ഷിച്ചിരിക്കാതെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനിടയുണ്ട്. പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ധനം കൈവശം വന്നു ചേരും. എതിരാളികളുടെ ഭാഗത്തു നിന്നും ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കണം. തിരുവാതിര നക്ഷത്രം. വിശിഷ്ട ഭക്ഷണത്തിന് യോഗം കാണുന്നു. ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള ഇടപാടുകളിൽ കരുതലോടെ ഇടപെടേണ്ട സമയമാണ്. റിപ്പയറിംഗ് ജോലികളിലോ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലോ താൽപ്പര്യമുണ്ടാകും. പാഴ്വസ്തുക്കളെ ഉപയോഗപ്രദമാക്കുന്ന ജോലികളിൽ ഏർപ്പെടും. കിട്ടാനിരിക്കുന്ന പണം കിട്ടിയേക്കാം. പുണർദം നക്ഷത്രം. വാരാദ്യം കാര്യാദികൾക്ക് വിഘ്നമോ കർമ്മമേഖലയിൽ തടസ്സമോ ഉണ്ടായേക്കാം. വസ്തുവകകൾക്ക് നാശം സംഭവിക്കാനോ കൈമോശം സംഭവിക്കാനോ ഇടയുണ്ട്. ധനപരമായി കുറച്ചു മെച്ചപ്പെടാനുള്ള അവസരം വന്നുചേരും. പുതിയ വസ്തുക്കൾ സമ്മാനമായോ മറ്റോ ലഭിക്കാനിടയുണ്ട്. വാരാന്ത്യം സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പൂയം നക്ഷത്രം. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുമായി സൗഹൃദാന്തരീക്ഷം ഉണ്ടാകും. ജോലി സമയത്ത് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഭാഗ്യമുണ്ടാകും. നറുക്കെടുപ്പുകളിലും മത്സരങ്ങളിലും പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ ലഭിച്ചേക്കാം. ആയില്യം നക്ഷത്രം. ഓർമ്മക്കുറവ് മൂലം ചെയ്തു വച്ചിരുന്ന പല ജോലികളും യഥാവിധം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ പോകും. മുൻകൂട്ടി തയ്യാറാക്കിയ പല പദ്ധതികളും കണക്കുകൂട്ടലുകളും പാഴാകും. രോഗങ്ങൾക്ക് ചികിത്സ നടത്തി വരുന്നവർ ദിനചര്യകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. രോഗം മൂർച്ഛിക്കാൻ ഇടവന്നേക്കാം. ഗൃഹത്തിൽ പൊതുവെ സമാധാനാന്തരീക്ഷം ഉണ്ടാകും. സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. മകം നക്ഷത്രം. ചെറിയ ചെറിയ രോഗങ്ങൾ മനസ്സമാധാനം കെടുത്തും. ജോലികൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ കഠിന മാനസിക സമ്മർദ്ദം അനുഭവിക്കും. യാത്രകളിൽ തടസ്സങ്ങൾ വന്നു ഭവിക്കാനിടയുണ്ട്. വാരാന്ത്യത്തോടെ മനോനില വീണ്ടെടുക്കാനും സുഖത്തിനും സാധ്യത കാണുന്നു. പുതിയ വസ്തുവകകൾ കൈവശം വന്നുചേരും. പറയുന്ന വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും. പൂരം നക്ഷത്രം. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഇടവരും. സുഹൃത്തുക്കളുമൊത്ത് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും ബഹുമതികൾക്കും അവസരമുണ്ട്. ജോലിയിൽ നല്ല അംഗീകാരം ലഭിക്കാനിടയുണ്ട്. കുടുംബസുഖം കാണുന്നു.
പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും വിലമതിക്കാനാവാത്ത സഹായം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ചില വിഷയങ്ങളെ പറ്റിയുള്ള ആശങ്ക മനസ്സിൽ നിഴലിക്കും. ഉത്രം നക്ഷത്രം. കുടുംബസൗഖ്യം കൂടാനുള്ള യോഗം കാണുന്നു. മക്കളിൽ നിന്നും ശുഭവാർത്തകൾ കേൾക്കാൻ സൗഭാഗ്യം വന്നു ചേരും. ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് മനസ്സിന് അമിത സംഘർഷം ഉണ്ടാകും. പോലീസ് കേസുകളിലോ കോടതി വ്യവഹാരങ്ങളിലോ അനുകൂല ഫലം പ്രതീക്ഷിക്കരുത്. തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ചില യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കും. അത്തം നക്ഷത്രം. ജോലിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിച്ചേക്കാം. കുടുംബ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായുള്ള ജീവിതത്തിൽ സൗഖ്യം അനുഭവപ്പെടും. ദുഃഖകരമായ ചില വാർത്തകൾ ദൂരദേശത്തു നിന്നും കേൾക്കാനിടവരും. വ്യക്തിപരമായ കാരണങ്ങളാൽ യാത്രകളിൽ നിന്നും സ്വയം മാറി നിൽക്കാം. ചിത്തിര നക്ഷത്രം. കുറച്ചു കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഗുണകരമായ പരിഹാരമുണ്ടാവും. ഗൃഹത്തിൽ ധനം വന്നു ചേരാനോ പണമിടപാടുകളിൽ പങ്കാളികളാകാനോ സാധ്യതയുണ്ട്. ചെലവുകൾ കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച ഉപദേശങ്ങൾ സ്വീകരിക്കും. വാരാന്ത്യത്തിൽ ചെറിയ മനോദുഃഖങ്ങൾക്കിടവരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. വസ്തുക്കൾ കാണാതാകാനോ കൈമോശം വരാനോ സാധ്യതയുണ്ട്. ജോലിയിൽ അവിചാരിതമായ മാറ്റമുണ്ടാകും. ചോതി നക്ഷത്രം. പ്രവൃത്തികളിൽ അസൂയാവഹമായ വിജയത്തിനും അവനവനോട് തന്നെ മതിപ്പുണ്ടാക്കുന്നതിനും ഇടവരും. വാരത്തിൻ്റെ ആദ്യ ഭാഗം ധനം എത്തിച്ചേരാൻ യോഗമുണ്ട്. വാരാന്ത്യം മനോവിഷമങ്ങൾക്കിടവരുന്ന വാർത്തകൾ പ്രതീക്ഷിക്കാതെ കേൾക്കാനിടവരും. ജോലിക്രമത്തിനോ സമയമാറ്റത്തിനോ ഇരിപ്പിടമാറ്റത്തിനോ ഇടയാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. തലവേദന പോലുള്ള ചെറിയ രോഗങ്ങൾ അലട്ടും. വിശാഖം നക്ഷത്രം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ശത്രുത കൂട്ടും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനിടയുണ്ട്. വാരാന്ത്യത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാനിടയുണ്ട്. മനസ്സമാധാനത്തിനും ശുഭകരമായ വാർത്തകൾക്കും യോഗം. കുടുംബത്തിൽ പരസ്പര ധാരണയ്ക്കും പൊതുവേദികളിൽ സന്തോഷകരമായ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രം. പൊതുവെ സന്തോഷകരമായ മാനസികാവസ്ഥയായിരിക്കും. വാരമധ്യേ കാര്യവിജയം പ്രതീക്ഷിക്കാം. വാരാന്ത്യത്തിൽ ചില കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണകരമായ അനുഭവം ഉണ്ടാകും. പങ്കാളികളുമായി മാനസിക അടുപ്പത്തിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇടയായേക്കും. തൃക്കേട്ട നക്ഷത്രം. അധികാരമുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് മികച്ച അനുഭവമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് ശോഭിക്കാനുള്ള അവസരം സംജാതമാകും. ചില വ്യക്തിപരമായ കാര്യങ്ങളിൽ മനസ്സിന് വ്യാകുലത അനുഭവപ്പെട്ടേക്കാം. വാരാന്ത്യത്തോടെ മനസ്സുഖം വർദ്ധിക്കാനും കുടുംബത്തിൽ സന്തോഷത്തിനും യോഗം കാണുന്നു. മൂലം നക്ഷത്രം. സന്തോഷത്തിനും സൽക്കാരങ്ങൾക്കും വാരമധ്യത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്തമരായവരോട് വാക്കുതർക്കത്തിന് നിൽക്കരുത്. ജോലി സംബന്ധമായോ കടപ്പാടിൻ്റെ ഭാഗമായോ യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. വാരാന്ത്യത്തോടെ പ്രവൃത്തികളിൽ തടസ്സമുണ്ടാകാനും മനോദുഃഖത്തിനും ഇടയുണ്ട്. പൂരാടം നക്ഷത്രം. ധനം വന്നു ചേരുമെങ്കിലും നയപരമായ ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ അനുഭവയോഗ്യമാകാൻ ഇടയില്ല. പരുഷമായ പെരുമാറ്റം മൂലം സുഹൃത്തുക്കൾ അകലം പാലിക്കും. പലരുടെയും നിസ്സഹകരണം മൂലം സ്വതന്ത്ര സഞ്ചാരത്തിന് വിഘ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഉത്രാടം നക്ഷത്രം. ഇടപെടുന്ന വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കും. സങ്കീർണമായ കാര്യങ്ങളിൽ തന്മയത്വത്തോടെ ലക്ഷ്യം വരിക്കും. പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നവർ മുഖ്യസ്ഥാനം അലങ്കരിക്കാനിടവരും. ധനപരമായ വിഷയങ്ങളിൽ കാര്യലബ്ധി പ്രതീക്ഷിക്കാം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. തിരുവോണം നക്ഷത്രം. ജോലിയിൽ ഉന്നത പദവികളോ മെച്ചപ്പെട്ട സ്ഥാനമാനങ്ങളോ കിട്ടാനിടയുണ്ട്. കലാകാരന്മാർക്ക് പുതിയ വേദികൾക്ക് അവസരമുണ്ട്. അധ്യാപന രംഗത്തുള്ളവർക്ക് ആദരവ് ലഭിക്കാം. പൊതുപ്രവർത്തകർക്ക് ബഹുമാനം സിദ്ധിക്കും. കുടുംബപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും വിശിഷ്ട ഭോജനത്തിനും യോഗം കാണുന്നു. സന്താനങ്ങൾ നിമിത്തമായി സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടവരും. അവിട്ടം നക്ഷത്രം.
രോഗാദികൾക്ക് ശമനം പ്രതീക്ഷിക്കാം. ശരീരത്തിന് ഉന്മേഷവും മാനസിക ഉല്ലാസവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. നനച്ചിരിക്കാതെ ചെറിയ ചിലവുകൾ വന്നു ചേരാം. ദമ്പതിമാർക്കിടയിൽ കലഹങ്ങൾ വന്നേക്കാം. ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ ഇടവന്നേക്കാം. ചതയം നക്ഷത്രം. പുതുതായി ആരംഭിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടത്ര ഗുണമുണ്ടാകില്ല. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ സ്വീകരിക്കാത്തത് മൂലം പല കാര്യങ്ങളിലും പരാജയം ഉണ്ടായേക്കാം. കാര്യങ്ങളിൽ തടസ്സം വരുന്നത് മനോദുഃഖത്തിന് ഇടയാകും. നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അമിത ചിലവ് വരുത്തിവെക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അലച്ചിൽ വേണ്ടിവരും. പൂരുരുട്ടാതി നക്ഷത്രം. വിരുന്നുകാർ വീട്ടിൽ വരാനിടയുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിക്കുന്നതിൻ്റെ ഭാഗമായി അമിത പണം ചിലവാക്കേണ്ടതായി വന്നേക്കാം. വ്യക്തിപരമായ കടങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. മൃഗങ്ങളോ പക്ഷികളോ വീട്ടിൽ വന്നു ചേരും. പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നിർമ്മാണ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കും. പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാം. ഉത്രട്ടാതി നക്ഷത്രം. കുടുംബത്തിൽ ശ്രേഷ്ഠമായ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സാധിക്കാനിടയുണ്ട്. സുഹൃത്തുക്കളുമൊത്ത് യാത്രകൾ പോകുന്നതിനെപ്പറ്റി ആലോചിക്കും. പുതിയ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഗുണകാലമാണ്. ജോലിയിൽ ഉത്തമമായ സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം. പൊതുവെ ഗുണാനുഭവ കാലമാണ്. രേവതി നക്ഷത്രം. ബന്ധുക്കൾ നിമിത്തം ശുഭവാർത്തകൾ കേൾക്കാൻ ഇടവന്നേക്കാം. മുടങ്ങിക്കിടന്നിരുന്ന പണമിടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പണം കിട്ടാൻ അനുകൂല സമയമാണ്. ജോലിക്ക് അപേക്ഷ നൽകി കഴിയുന്നവർക്ക് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഗൃഹാലങ്കാരത്തിന് കൗതുക വസ്തുക്കൾ വാങ്ങുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കും. ഈ ആഴ്ചയിലെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശദവിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.